ലക്ഷദ്വീപിലുള്ള ഒരു കസ്റ്റമറിന് വേണ്ടി ചെയ്യുന്ന ഒരു ഈദ് ഔട്ട്ഫിറ്റാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഹാൻഡ് വർക്ക് വരുന്നത് നെക്കിലും സ്ലീവിലും ദുപ്പട്ടയിലുമാണ്. അപ്പോൾ ആളെനിക്കൊരു പാറ്റേൺ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു പാറ്റേൺ പേപ്പറിലോട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ വി നെക്കിലാണ് കേട്ടോ കുർത്തിയുടെ നെക്ക് വരുന്നത്. എന്നിട്ട് താഴത്തെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഹാൻഡ് വർക്കും വരുന്നുണ്ട്. ഇതാണ് സ്ലീവിൻ്റെ ഡിസൈൻ വരുന്നത്. താഴത്തെ പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. അത് ഞാൻ കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് ട്രേസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന് വർക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് കട്ട് ബീഡ്സും സീക്വൻസും ആണ് കേട്ടോ. ഗോൾഡൻ സീക്വൻസാണ് എടുത്തിരിക്കുന്നത്. ഇനി ആദ്യം നമ്മൾ നെക്കിൻ്റെ ആ ഒരു വി ഷേപ്പ് ഉണ്ടല്ലോ, അതിൽ ഒരു റോ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നീഡിൽ ഞാൻ ഇതുപോലെ എടുത്തിട്ട് ബാക്കിലേക്ക് ഒന്ന് ലോക്ക് സ്റ്റിച്ച് എടുത്ത ശേഷം ബീഡ്സ് ഇതുപോലെ ലോഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോരോ ബീഡ്സായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ആ വി ഷേപ്പിന് ഒരു പെർഫെക്ഷൻ വേണമല്ലോ. അപ്പോൾ അത് കിട്ടാനായിട്ട് നമ്മളിതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലൊരു സ്റ്റിച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ഇത് കണ്ടോ, ഇതുപോലെ പിടിച്ചിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വി ഷേപ്പ് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നതാണേ. ഇനി ഈ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് ഫ്ലവറിൻ്റെ ബോർഡറിലൂടെ ഒരു റോ കട്ട് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കർവൊക്കെ കറക്റ്റായിട്ട് വരുന്ന പോലെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി ഫ്ലവറിൻ്റെ ഇൻസൈഡ് ഫില്ല് ചെയ്യാനായിട്ട് സ്ലാൻഡിങ് ആയിട്ട് ആദ്യമേ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഷോർട്ട് സ്റ്റിച്ചിങ് ചെയ്ത ശേഷം 2 കട്ട് ബീഡും ഒരു സീക്വൻസും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ്. അങ്ങനെ ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ആ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ലീഫാണ് ചെയ്യാൻ പോകുന്നത്. ലീഫിൻ്റെ ടിപ്പിൽ നിന്ന് നീഡിലെടുത്തിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ലോക്ക് സ്റ്റിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ 4 കട്ട് ബീഡാണ് ഞാനിവിടെ ചെരിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലീഫിൻ്റെ സൈസിനനുസരിച്ച് 3 കട്ട് ബീഡ് 4 കട്ട് ബീഡൊക്കെ വെച്ച് കൊടുക്കാം. 5 കട്ട് ബീഡിൽ കൂടുതൽ പോകാത്ത കേട്ടോ നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് ലൂസായി പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോന്ന് ലോക്ക് ചെയ്ത് തന്നെ വെക്കുക. എന്നിട്ട് എൻഡിൽ വരുമ്പോൾ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ഇതുപോലെ എടുത്തിട്ട് ലോക്ക് സ്റ്റിച്ച് എടുത്ത ശേഷമാണ് ഞാനിതിലേക്ക് സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം അല്ല കേട്ടോ, 2 പ്രാവശ്യം ഞാൻ ആ സ്റ്റോൺ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് ഇളകിപ്പോകും. കുറച്ച് വെയിറ്റ് ഉണ്ടല്ലോ സ്റ്റോണിനൊക്കെ, അപ്പോൾ പെട്ടെന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 തവണ ഞാൻ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ സ്റ്റോണിന് ചുറ്റും ഒരു റോ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനി പെറ്റൽ ഫില്ല് ചെയ്യാനായിട്ട് 2 സീക്വൻസ് 2 കട്ട് ബീഡാണ് എടുക്കുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്ത് ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ആദ്യം ഒരു സീക്വൻസ് ആഡ് ചെയ്യുക, എന്നിട്ടൊരു സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും ഒരു സീക്വൻസ് ആഡ് ചെയ്യുക, എന്നിട്ടൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ 2 കട്ട് ബീഡും ഒരുമിച്ച് എടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ലോക്ക് സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ട് ത്രെഡ് നമ്മൾ മുകളിലോട്ട് വലിക്കുകയാണ്. ഇതുപോലെ വലിക്കുക, ഒരു സ്റ്റിച്ച് കൊടുക്കുക, എന്നിട്ടൊരു ലോക്ക് സ്റ്റിച്ചും കൂടെ കൊടുക്കുക. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുത്താലേ ആ ഒരു സീക്വൻസും ബീഡും കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിനാണ് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് ഫുൾ പെറ്റൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം.
നമ്മൾ ഇതേപോലെ തന്നെയാണ് സ്ലീവിലും ചെയ്ത് കൊടുക്കുന്നത്. ഡിസൈനിൽ ഉള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ച് എല്ലാം സെയിം തന്നെയാണ്. അത് വെച്ചിട്ട് നമുക്ക് സ്ലീവും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഫുൾ വർക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നെക്കിൻ്റെ ഡിസൈൻ വരുന്ന ഇതുപോലെയാണ്. പിന്നെ സ്ലീവാണ് കേട്ടോ ഈ കാണുന്നത്. ദുപ്പട്ടയുടെ വർക്ക് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം. ഫുൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചുള്ള വീഡിയോ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു